എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോവയിലാണ്. ഗോവയിൽ നിന്ന് നാട്ടിലോട്ട് തിരിക്കുകയാണ് ഞങ്ങൾ. ഗോവയിൽ വലിയ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ ഗോവ റൂം എടുത്തതെന്നുള്ളതല്ലാതെ ബീച്ചിൽ വന്ന് വെറുതെ രാത്രി ഒന്ന് നടക്കാൻ പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പരിപാടിക്കൊന്നും പോയില്ല. ചെറിയ വിശേഷങ്ങളൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ ഉള്ളത് കാണിച്ചു തരാം. ഇവിടെ ഗോവയിലെ മെയിൻ ഫുഡാണ്. ഫുഡും നൈറ്റ് ലൈഫുമാണ് ഗോവ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഹോട്ടലുകളിൽ ചാർജ് ചെയ്യാൻ പോകുമ്പം ചെറിയൊരു വിഷയമുള്ളതെന്നു വെച്ചാൽ മിക്ക ഹോട്ടലുകൾക്കും സ്പേസ് കുറവാണ്. അപ്പോൾ അവർ പാർക്കിംഗ് സ്പേസ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ നമ്മളോട് പറയും അവിടെ വേറെ വണ്ടി ഇട്ടേക്കും, അതുകൊണ്ട് വേറെ വണ്ടി ഇടാൻ സൗകര്യമില്ല, ബുദ്ധിമുട്ടാന്ന് പറയും ചിലർ. ഞങ്ങൾ പോയത് ലീമറീഡിയനിലായിരുന്നു ചാർജ് ചെയ്യാൻ വേണ്ടി. കിടന്നവിടെയല്ല കേട്ടോ, ലീമറീഡിയനിൽ ചാർജ് ചെയ്യാൻ വേണ്ടി പോയപ്പം അവിടെ പിന്നെ അവരൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് അതിന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് പോയി സുഖമായിട്ട് വണ്ടി ചാർജ് ചെയ്ത് നേരെ ഇങ്ങ് പോന്നാൽ മതി. ഇന്നലെ രാത്രി ഇത് മുഴുവൻ മഴയായിരുന്നു ഗോവയിൽ. രാത്രി ഒരു 11 മണിക്ക് ശേഷം തൊട്ട് മഴയായിരുന്നുണ്ടായിരുന്നു. രാവിലെയൊക്കെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. ഇന്നലത്തെ ചാട്ടോട്ടം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് പിടിച്ചൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പുറത്തുനിന്നുള്ളവർ, ഗോവയിലുള്ളവരൊക്കെ നേരത്തെ ആക്റ്റീവായി. അവർക്ക് ഇതൊന്നും കാണുന്നതുകൊണ്ട് വലിയ കുത്തിരിയൊന്നുമില്ല. നമ്മൾ ലിമറേഡിയനിൽ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ എൻ്റെ യാത്രയിൽ ഇതുവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ കേരളമാണ്. വേറൊന്നും കൊണ്ടല്ല, ഭക്ഷണം, ആൾക്കാരുടെ പെരുമാറ്റം, വൃത്തി, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ സംസ്ഥാനം കഴിഞ്ഞ ഡെവലപ്മെൻറ്റ്. മറ്റേതൊക്കെ പോകുന്ന വഴിക്കൊക്കെ വലിയ ഏമണ്ടം പാലങ്ങളും അതും ഇതുമൊക്കെ കാണും. പക്ഷേ ഉൾത്തലങ്ങളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് കണ്ട ഒരു ഡെവലപ്മെൻ്റ് ഇല്ല ഒരിടത്തും. അത്ര കണ്ടതല്ല, ഇല്ല, ചിലയിടത്തൊന്നും ഒട്ടുമില്ല. നമ്മൾ ഗോവയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന വഴിക്കൊരു സർവീസ് സെൻറ്റർ, പോളിഷിങ്, ഇത് വണ്ടിയുടെ ടയർ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം കണ്ടതാണ്. അവിടെ ഒരു ജ്യൂസ് കടയൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അത് നമ്മുടെ മലയാളി ചേട്ടൻ, കാസർഗോഡുള്ളൊരു ചേട്ടൻ്റെ കടയാണ്. നല്ല ചുറ്റോടമൊക്കെ നല്ല നീറ്റും കാര്യങ്ങളുമാണ്. നല്ല വാഷിങ്ങാണ് കേട്ടോ. നമ്മൾ വണ്ടി കഴുകാൻ ഇട്ട് ഒരു ജ്യൂസും കുടിച്ച് അതൊക്കെ ഇനി ഇവിടെ നിന്ന് വിടുന്നു. അപ്പം ഗോവയിൽ നിന്ന് വരുന്ന വഴി, ഗോവയിൽ നിന്ന് ഒരു 50-60 കിലോമീറ്റർ മാറിയാണ് കേട്ടോ. നമ്മൾ മാംഗ്ലൂരിന് പോകുമ്പം വഴിയിലെ ഒരു കാഴ്ചയാണ്. നേരത്തെ ഇവിടെ സിംഗിൾ ലൈൻ റോഡായിരുന്നു ഞാൻ ആദ്യത്തെ പ്രാവശ്യമൊക്കെ വരുമ്പോൾ. ഇപ്പോൾ അത് ഡ്യുവൽ ലൈനായി, ഡബിൾ ലൈനായി, സൗകര്യമായി. വണ്ടി നിർത്താനും ഒക്കെ സ്പേസ് ഉണ്ട്. അത്യാവശ്യം ആൾക്കാരും എല്ലാം വന്ന് നിൽപ്പുണ്ട്. കുറേ നൈറ്റ് കടകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഗോവയിൽ നിന്ന് വിട്ടിട്ട് ആദ്യത്തെ ചാർജിങ് കുറച്ച് മുമ്പ് ചെയ്തിരുന്നു. അതൊരു ബാർ ഹോട്ടലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇപ്പം ഞങ്ങൾ മാംഗ്ലൂർ ലക്ഷ്യമാക്കി പോകുന്നു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 90 കിലോമീറ്ററിന് മേളിലുണ്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിലോട്ട് എത്താൻ. അങ്ങനെ ഞങ്ങൾ കുന്താപ്പൂരിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഇപ്പം നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 107 കിലോമീറ്റർ കൂടെ ഉണ്ട് കാസർഗോഡ് സിയോണിൽ ഫുള്ളാക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത സ്ഥലത്തോട്ട്. ഇന്നെങ്ങനെയാണ് അങ്ങോട്ട് എന്തോരം ദൂരം ഓടിക്കണമെന്നോ ഒന്നും തീരുമാനിച്ചില്ല. മടുക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. നൈറ്റ് ഓടിക്കാൻ ചാൻസ് കുറവാണ്, കാരണം കുറേ ദിവസമായില്ലേ ഓടി തന്നെ തുടങ്ങിയിട്ട്.